ദൈവനാമത്തിന് മഹത്വം. ഈ സന്ധ്യാസമയം CB ബ്രദർ അവിടുന്ന് പറഞ്ഞപ്പോൾ പ്രഭാതം എന്ന് പറഞ്ഞു. അവിടെ പല ടൈം സോണിലായി നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും കൂടി വരുവാൻ, ക്രൈസ്റ്റ് ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്കും ഇന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ പല മീറ്റിങ്ങുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഇടയ്ക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. മൊത്തത്തിലിരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പല ഡ്യൂട്ടിയുടെയും പിന്നെ ചർച്ച് മീറ്റിങ്ങിൻ്റെയൊക്കെ തിരക്കിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഒരുമിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാരംഭത്തിൽ ആശംസിക്കുന്നു. എന്നെ ഈ ഒരു പ്രോഗ്രാം ഏൽപ്പിച്ചേക്കുന്നത് മിഷൻ എക്സ്പീരിയൻസ് ആൻഡ് വർഷിപ്പാണ്. അതിൽ മിഷണറിമാരൊക്കെ പറയത്തക്ക രീതിയിലുള്ള വലിയ എക്സ്പീരിയൻസസ് ഒന്നും പറയാനില്ലെങ്കിലും കഴിഞ്ഞ നാളുകളിൽ കർത്താവ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുവാൻ ഞാൻ ഉത്സാഹത്തോടെ അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചില എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഡയറക്റ്റ് എക്സ്പീരിയൻസിൽ പോകുന്നതിനേക്കാൾ നല്ലത് എനിക്ക് അല്പമായി ഞാൻ എൻ്റെ അനുഭവം കൂടെ പങ്കുവെച്ച് ഞാൻ ആ എക്സ്പീരിയൻസിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് 2 മക്കളാണ് ഉള്ളത്, ഞാനും എൻ്റെ സഹോദരിയും. ഞാനിപ്പോൾ കുടുംബമായി ബഹറിലായിരിക്കുന്നു, സഹോദരി കുടുംബമായി UK-യിലായിരിക്കുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ 1.25 വയസ്സിൽ എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ എൻ്റെ സഹോദരിക്ക് 4 വയസ്സാണ്. ആ സമയം മുതൽ എൻ്റെ മാതാവ് ദൈവഭയത്തിലും ദൈവഭക്തിയിലും ഞങ്ങളെ വളർത്തുവാൻ മാതാവിൻ്റെ കർത്താവ് കൃപ ചെയ്തു. പലരും പറഞ്ഞു വീണ്ടും ഒരു വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതായിട്ടുണ്ട്, അതെല്ലാം നോക്കി അങ്ങനെ ചെയ്യണം എന്നൊക്കെ പലരും അഡ്വൈസ് ചെയ്തു. എന്നാൽ ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടും ദൈവത്തിലുള്ള ആശ്രയത്തോടും കൂടെ ഞങ്ങളെ ദൈവകൃപയിൽ വളർത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ ഇന്നും മനസ്സിലാക്കുന്ന, എനിക്കിപ്പോൾ 40 വയസ്സുണ്ട്. ഇന്നും ഞാൻ നിലനിൽക്കുന്നത് എൻ്റെ മാതാവിൻ്റെ കണ്ണുനീര് ഒന്ന് മാത്രമാണ്. സ്തോത്രം. പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പിതാക്കന്മാരെ, മാതാക്കന്മാരെ, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നതും ഒന്നും വൃഥാവായി പോകത്തില്ല. കാരണം ജീവിതത്തിൽ പല രീതിയിൽ തെറ്റിപ്പോകാമായിരുന്ന അനേക അവസ്ഥകളുണ്ടായിരുന്നു, സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നും എനിക്കൊരു കഴിവും എടുക്കും പറയാനില്ല. കർത്താവിൻ്റെ കൃപ, പ്രത്യേകിച്ച് മാതാവിൻ്റെ കണ്ണുനീര് നിലനിർത്തി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ വേഗത്തിൽ പോകട്ടെ. എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് മറ്റൊന്നാണല്ലോ. ഞങ്ങളുടെ വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം എനിക്കും സഹോദരിക്കും കർത്താവിൻ്റെ കൃപയാൽ തന്നു. അതിനുശേഷം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2010 എൻ്റെ വിവാഹം നടക്കുവാനിടയായി. സെപ്റ്റംബറിൽ എൻ്റെ വിവാഹം നടന്നു. അത് കഴിഞ്ഞ് നവംബറിൽ ഞാൻ ബഹറിലേക്ക് കടന്നു വരുവാനിടയായി. കുടുംബമായി ബഹറിലായിരിക്കുവാനിടയായി. എനിക്ക് കർത്താവ് തന്നിട്ടുള്ള ചെറിയ താലന്തിൽ ചെറുതായിട്ടൊക്കെ ഞാൻ പാട്ടുപാടും, അതുപോലെ അല്പം കീബോർഡൊക്കെ യൂസ് ചെയ്യും. അപ്പം ഞാൻ ബഹറിൽ വന്നപ്പോൾ എൻ്റെ ഉള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എൻ്റെ മാതാവ്
കുഞ്ഞുങ്ങൾ ദൈവഭയത്തിലും ഭക്തിയിലും ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതൊക്കെ എൻ്റെ ഹൃദയത്തിൽ തട്ടാറുണ്ട്. അപ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്നുള്ള ഒരു താല്പര്യം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ പ്രകാരം ഞാൻ ആലോചിച്ചു, ഇവിടെ വരുമ്പോഴാണെങ്കിലും വർഷിപ്പിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പാട്ടുപാടി ചർച്ചിൽ അങ്ങനെ ആക്റ്റീവായി അതിനുശേഷം ജോലിയൊക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ള താല്പര്യത്തോടെ അബേറിൽ വന്നത്. എന്നാൽ ഇവിടെ വന്ന് 2-3 മാസം കഴിഞ്ഞപ്പോൾ ബേർൻ ഏജ് ചർച്ചിലെ ഉണ്ടായിരുന്ന 5-6 സഹോദരങ്ങളുണ്ടായിരുന്നു. അതിലൊരാൾ ഇപ്പോൾ AG മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്നു പാസ്റ്റർ ജോമോൻ കുരുവിള. അദ്ദേഹം ജോലിയെല്ലാം റിസൈൻ ചെയ്ത് ഇപ്പോൾ ദൈവവേലയിലായിരിക്കുന്നു. ആ ദൈവദാസനും 5-6 ചെറുപ്പക്കാരും എന്നെ കാണുകയും ഞങ്ങൾ ക്യാമ്പിലൊക്കെ സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ബിജോയ്ക്കും ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ അപ്രോച്ച് ചെയ്യാനിടയായി. ഞാൻ ബഹറി വന്ന് 2-3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അന്നു മുതൽ കർത്താവിൻ്റെ കൃപയാൽ അവരോട് ചേർന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു ടേണിംഗ് പോയിൻ്റായി തീരാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ പല ക്യാമ്പുകളിലും ബഹറിൽ പോയി സുവിശേഷം അറിയിക്കാനും ട്രാക്റ്റ് കൊടുക്കാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. അതുമാത്രമല്ല, ഇവിടെ അവരുടെ ഒരു പ്രത്യേകത, ഇവിടെ ചർച്ചിൽ പല സഹോദരങ്ങളും പല രീതിയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ട്. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു അവധി കിട്ടിയാലും ഏതൊരു പബ്ലിക് ഹോളിഡേ കിട്ടിയാലും ഇവരുടെ ഒന്നാമത്തെ പ്ലാനിങ് നമുക്കൊരു മീറ്റിംഗ്, സ്പെഷ്യൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് സുവിശേഷം മറ്റുള്ളവരിലേക്ക് അറിയിക്കണം എന്നുള്ള ആ ഒരു വലിയ ദാഹം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തീരാൻ അവരെന്നെ വിളിക്കുമ്പം ഞാൻ ഒഴിവൊഴിവ് പറഞ്ഞ് ഒരു പരുവത്തിൽ മുന്നോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അതുകൊണ്ട് എല്ലാ രീതിയിലും അതിലേക്ക് എൻഗേജ് ആകാൻ എന്നെയും കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ബഹറിൽ തന്നെ ഞങ്ങൾ പല മീറ്റിങ്ങുകൾ അവിശ്വാസികളായിരിക്കുന്ന ക്യാമ്പുകളിലുള്ളവരെ അവധിയുടെ സമയത്ത് ഞങ്ങൾ ഒരു നോട്ടീസ് അടിച്ചിറക്കി അവരെ ഒരു ഹോളൊക്കെ എടുത്ത് ഞങ്ങളൊരു ഹോളിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് വാഹനമൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേനേക്കാളും ഗൾഫ് കൺട്രീസിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള സുവിശേഷം അറിയിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ബഹ്റിൻ. അങ്ങനെ പല മീറ്റിങ്ങുകൾ ക്രമീകരിക്കുവാനിടയായി. കന്നഡയിൽ പ്രത്യേകം മീറ്റിങ്, കന്നഡയിൽ മീറ്റിങ്, തെലുങ്കിൽ മീറ്റിങ്, തമിഴിൽ മീറ്റിങ്, ഹിന്ദിയിൽ മീറ്റിങ്, നേപ്പാളി മീറ്റിങ്, ബംഗ്ലാദേശികൾക്ക് വേണ്ടി മാത്രം മീറ്റിങ്, ഇങ്ങനെ ഓരോ വിഭാഗക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ അവധിക്കും ഞങ്ങൾ ഇങ്ങനത്തെ സ്പെഷ്യൽ പ്രോഗ്രാം നോട്ടീസൊക്കെ അടിച്ചിറക്കി ചെയ്യും. അപ്പോൾ അതിലുള്ള എൻ്റെ മെയിൻ റോള് ഓരോ ലാംഗ്വേജിലും പാട്ടുകൾ 2-3 പഠിക്കണം. അങ്ങനെ ഞാൻ ഇത്രയും ലാംഗ്വേജസിലും പല പാട്ടുകൾ 2-3 പാട്ടുകളൊക്കെ പഠിച്ചു വെക്കും. അപ്പം ഞാൻ ആ മീറ്റിങ്ങിൽ പാട്ട് പാടും, കീബോർഡ് വായിക്കാനും ഒക്കെ വേറെ ആൾക്കാർ അന്നേരം കാണും. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ അവരുടെ ലാംഗ്വേജിലുള്ള ഒരാളെ സെലക്ട് ചെയ്ത് സുവിശേഷം അവരോട് അറിയിക്കും. അങ്ങനെ കർത്താവിന് വേണ്ടി അല്പം പ്രവർത്തിക്കാൻ കർത്താവ് കൃപ ചെയ്തു. 2017 എൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. 2017 ഞാൻ നാട്ടിൽ പോയി, ലീവിന് വേണ്ടി നാട്ടിൽ പോയപ്പോൾ പ്രിയ മാത്യൂസ് ബ്രദർ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഫെമിയുടെ വിവാഹം, അതുപോലെ എൻ്റെ മറ്റൊരു ആൻറ്റിയുടെ മകൻ ജെറിൻ്റെ വിവാഹം, ഈ 2 കാര്യമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്.
അപ്പോൾ ഈ അവധിക്ക് പോകുന്നതിന് ഏകദേശം 5-6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ഇപ്രാവശ്യം പോകുന്നതിൽ മെയിൻ 2 കാര്യം ഈ ഒരു വിഷയമാണല്ലോ. ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാം ഭംഗിയായി തീർന്ന് എനിക്ക് മടങ്ങി വരാൻ കർത്താവ് കൃപ ചെയ്യണേ എന്ന് വളരെ പ്രാർത്ഥിച്ചു. പോയി. എന്നാൽ എനിക്ക് അവിടെ ലീവിന് ചെന്നു. ഫസ്റ്റ് 1 വീക്ക് ഓക്കെ ആയിരുന്നു. അതിനുശേഷം പൂർണ്ണമായി ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരും ഒരു വൈറൽ ഒരു ടൈപ്പ് അസുഖം പിടിച്ചു. വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ഈ 2 വിവാഹവും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മാനസികമായി വളരെ തകർന്ന് ദൈവത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചു. മടങ്ങി ബഹറിൽ വന്നു. അപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പല ചോദ്യങ്ങളും. കാരണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ ആവശ്യങ്ങളും ആയിരുന്നല്ലോ ഇതൊക്കെ. പക്ഷെ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വളരെ വിഷമമുണ്ടായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ 2019 ഇവിടെയുള്ള ആ പറഞ്ഞ ദൈവദാസന്മാർ ഒരുമിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ബിജോ ഒരു മിഷൻ ട്രിപ്പ് ഇന്ത്യയിലുണ്ട്, വരുന്നോ ബിജോ? ഞാൻ പറഞ്ഞു, യെസ്, ഞാൻ വരുന്നു. ഞാൻ അങ്ങനെ അവരുടെ കൂടെ കൊൽക്കത്ത, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലായിട്ട് 12 ദിവസത്തെ മിഷൻ ട്രിപ്പിന് ഞാൻ അവരോട് ഒരുമിച്ച് പോകാനിടയായി. അത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. വളരെ പാവപ്പെട്ട റൂറൽ ഏരിയാസിൽ പോയി സുവിശേഷം അറിയിക്കാനും, അങ്ങനെ പലരും അഭിഷേകത്താൽ നിറയാനും, അങ്ങനെ പല ഭൂതങ്ങളൊക്കെ വിട്ടുപോകാനൊക്കെ ഇടയായി. ആ മീറ്റിങ്ങിൽ വെച്ച് നടന്ന ഒരു സംഭവം എൻ്റെ വിശ്വാസത്തെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാനും സ്പിരിച്വലി എന്നെ ഒന്നുകൂടെ ഒന്ന് ബോൾഡ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ആത്മാവിൽ പാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭൂതം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് ആ ഭാഗത്തു നിന്ന് വരുന്ന സൗണ്ട് എന്നെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയണം അവരുടെ ലാംഗ്വേജിൽ. എന്നാൽ അത് അന്യഭാഷയിൽ ഞാൻ അവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം. അങ്ങനെ പല ആ ഒരു മീറ്റിങ്ങിൽ ആ ഭൂതം വിട്ടുമാറാനും ദൈവിക സൗഖ്യമൊക്കെ കാണുവാനൊക്കെ ഇടയായി. ഇതേ മക്കളെ, ആ ഒരു സാക്ഷ്യം എന്നെ ഒന്നുകൂടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മളൊക്കെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോഴും പലപ്പോഴും ചോദ്യമുണ്ടാകും, ദൈവമേ, ഇതൊക്കെ ദൈവഹിതപ്രകാരം തന്നെ ആണോ മുന്നോട്ട് പോകുന്നത്? ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, കർത്താവിന് വേണ്ടിയൊക്കെ നിൽക്കുന്നു. എന്നാൽ ആ ഒരു പ്രോത്സാഹനമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അന്ന് എന്നെ ഈ ഒരു വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറപ്പിക്കാൻ, ആമേൻ, ദൈവസന്നിധിയിൽ നാം ആരാധിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം പാടുമ്പോൾ ദൈവിക വിടുതലുകൾ പല മേഖലകളിൽ നടക്കുമെന്ന് എന്നെ ഒന്നുകൂടെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ അതിനെ സഹായിച്ചു. അങ്ങനെ ഞാൻ മടങ്ങി വന്നു. മടങ്ങി തിരിച്ച് വന്നതിന് ശേഷം 2023 വീണ്ടും ഞാൻ നാട്ടിലേക്ക് കടന്നുപോയി. അത് 40 ദിവസത്തെ ലീവിനാണ്. പക്ഷേ ഈ പ്രാവശ്യം പോയ ലീവിന് ഞാൻ ഒരു അജണ്ടയും, എൻ്റെ പേഴ്സണലി ഒരു അജണ്ടയും വെച്ചില്ല. കാരണം എനിക്കറിയാം, പഴയ പാസ്റ്റ് എക്സ്പീരിയൻസ് അറിയാം. അതുകൊണ്ട് കർത്താവിൻ്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു നാട്ടിൽ പോകുന്ന ആ സമയമാകാറായപ്പോൾ എൻ്റെ അടുത്ത് ഇവിടുന്ന് റിസൈൻ ചെയ്തു പോയ ദൈവാസന്മാർ പറഞ്ഞു, ബിജോ, ഞങ്ങൾ ഒരു 15 ദിവസത്തെ കേരള ഡ്രൈവ്, പ്രെയർ ഡ്രൈവ് നടത്തുന്നുണ്ട്, ബിജോ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞ യെസ്, ഞാൻ വരുന്നുണ്ട്. നോക്കിക്കോണം, 6 വർഷത്തിന് ശേഷം, കോവിഡ് ആയതുകൊണ്ട് നാട്ടിൽ പോകാൻ പറ്റിയില്ല. 6 വർഷത്തിന് ശേഷമാണ് 40 ദിവസത്തെ ലീവിന് 3 കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്നത്. അങ്ങനെ പല ആവശ്യങ്ങളുണ്ടായിരുന്നു എനിക്ക്. എന്നാൽ ഈ ഒരു പ്രാവശ്യം കടന്നു ചെന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി, പല വിഷയങ്ങൾക്ക് ആൻസറുമായി തീരാനിടയായി. കാരണം ആ പ്രെയർ ഡ്രൈവ് വളരെ അനുഗ്രഹപ്രദമായി നടന്നു. അതുമാത്രമല്ല, എനിക്ക് ഈ 15 ദിവസത്തിന് ശേഷം ബാക്കിയുള്ള 25 ദിവസം കൊണ്ട് പല കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ടായിരുന്നു. എല്ലാം വളരെ ഭംഗിയായിട്ട്
ഈ പ്രാവശ്യം 2023 പോയപ്പോൾ ക്രമീകരിച്ച് പല മേഖലയിലും ദൈവിക വിടുതലുകൾ കണ്ട് എനിക്കൊരു ചെറിയ തലവേദന പോലും വരാതെ തിരിച്ചു മടങ്ങി ബഹറിൽ വരുവാനിടയായി. ബഹറിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു, ഈ പ്രാവശ്യം നീ പോയത് ആമേൻ നിൻ്റെ പ്ലാൻ പ്രകാരമല്ല. ആമേൻ. അതെന്നെ വളരെയധികം വീണ്ടും വീണ്ടും ചിന്തിപ്പിച്ചു. കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് വെച്ചപ്പോൾ ആമേൻ എൻ്റെ പ്ലാനും പദ്ധതിയും പ്രകാരമല്ലാതെ ദൈവഹിത പ്രകാരം ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ കർത്താവ് എൻ്റെ എല്ലാ വിഷയത്തിലും കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യാനിടയായി. അതെൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുന്നു. അതുകൊണ്ട് തന്നെ 2024 ആയപ്പോൾ ഇപ്പം വീണ്ടും എനിക്കൊരു മിഷൻ ട്രിപ്പിൻ്റെ ഒരു കോൾ വന്നു. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് പോയോണ്ട് 2024 ഒരു ചാൻസും ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ബോസിനോട് ചോദിച്ചു ഞാനൊന്ന് പോയിക്കോട്ടെ എന്ന്. പക്ഷെ അദ്ദേഹം ഏറ്റവും ലാസ്റ്റ് ടൈമിൽ പറഞ്ഞു, ഓക്കെ ബിജോ യു ഗോ ഹെഡ് എന്ന് പറഞ്ഞു. അങ്ങനെ പോകാനിടയായി. ഈ പ്രാവശ്യത്തെ പോക്ക് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ കേരള പ്രയർ ഡ്രൈവ് പോകുവാനിടയായി. ഈ പ്രാവശ്യവും കർത്താവിൻ്റെ കൃപയാൽ വളരെ അനുഗ്രഹപ്രദമായി ആ ഒരു കേരള ഡ്രൈവ് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തു. കാസർഗോഡ് മുതൽ ആരംഭിച്ചത് ഞങ്ങൾ ഒരിക്കലും ഒരു കൗണ്ടോ ഒന്നും എടുത്തിട്ടില്ല. കുഞ്ഞുങ്ങൾ മുതൽ 6 ക്ലാസ്സിൽ 6 വയസ്സ് 7 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ 70 വയസ്സുള്ള ഒരു അമ്മച്ചി കുണ്ട്രയിൽ, 73 വയസ്സുള്ള ഒരു അപ്പച്ചൻ പട്ടാമ്പിയിൽ, ഇവരൊക്കെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞ് അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കുന്നത് കാണുവാൻ ഇടയായിത്തീർന്നു. ആ അപ്പച്ചൻ്റെയൊക്കെ സാക്ഷ്യം കുഞ്ഞ് 72 വയസ്സിൽ എനിക്ക് അനുഭവിച്ചറിയാൻ വയ്യാത്തൊരു സന്തോഷം ഇന്ന് എൻ്റെ ജീവിതത്തിൽ കിട്ടിയെന്നും പറഞ്ഞ് ആ അപ്പച്ചനൊക്കെ വളരെ സന്തോഷമായി കർത്താവിനെ സ്തുതിക്കുന്നതൊക്കെ കാണുവാനും, കുഞ്ഞുങ്ങൾ വളരെ അനുതാപത്തോടെ സ്വർഗീയ ദർശനങ്ങളെയൊക്കെ കാണുവാനും, അനേക കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ അഭിഷേകത്താൽ, അതുപോലെ പലരും ദൈവവേലയ്ക്ക് സമർപ്പിക്കപ്പെടുവാൻ, അതുപോലെ തന്നെ പട്ടാമ്പിയിലെ ഒരു പെരുമ്പലാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെ മീറ്റിങ്ങിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയം ഞങ്ങളുടെ അടുത്ത് അധിവാസന്മാരുടെ അടുത്തായിട്ട് ഒരു ആൻറ്റി വന്നിട്ട് പറഞ്ഞ്, പാസ്റ്ററെ ഞാൻ വിശ്വാസത്തിൽ സ്നാനപ്പെട്ടു, എൻ്റെ ഹസ്ബൻഡ് ചർച്ചിൽ വരുന്നുണ്ട്, പക്ഷേ അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത്. ഫുഡ് കഴിക്കാൻ എടുത്തു വെച്ചപ്പോൾ തന്നെ ഞങ്ങൾ അതിലേക്ക് പോവാതെ ആ ദൈവദാസൻ ഞങ്ങൾ ദൈവവചനം അച്ഛനോട് ഷെയർ ചെയ്യാനും, ഗീവർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഗീവറിൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി ഗീവർ അന്ന് സമർപ്പിക്കപ്പെടുവാനിടയായി. അപ്പം അവിടെ ആ ക്യാൻറ്റീനിൽ വെച്ച് അദ്ദേഹം സമർപ്പിക്കപ്പെടുവാനിടയായി. അടുത്ത ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ അദ്ദേഹം സ്നാനപ്പെടാൻ ഉള്ള തീരുമാനം എടുക്കും എന്ന് അങ്ങനെ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാനിടയായി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാണുവാനിടയായി. അതിനുശേഷം മറ്റൊരിടത്തോട്ട് ചെന്നപ്പോൾ ഒരു ആൻറ്റിയുടെ ഭവനത്തിലോട്ട് വിസിറ്റ് ചെയ്യാൻ ചെന്നതാണ്. അപ്പം അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പലചരക്ക് സാധനം കൊണ്ടുവരുന്ന ഒരു ഹൈന്ദവ സഹോദരനുണ്ട്. ആ സഹോദരൻ്റെ അടുത്ത് ഈ ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് സുവിശേഷം പറയും. ഞങ്ങൾ അവിടെ വന്ന സമയത്തും ആ ഹൈന്ദവ സഹോദരൻ അവിടെ പലചരക്ക് സാധനവുമായിട്ട് വന്നു. ആ സമയത്തും അദ്ദേഹത്തോടും ഒരു അരമണിക്കൂർ സത്യസുവിശേഷത്തെക്കുറിച്ച് പറയാനും അദ്ദേഹവും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും ഇടയായി. അതൊക്കെ ജീവിതത്തിൽ വലിയൊരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം മറ്റൊരിടത്തേക്ക് പോയപ്പോൾ പാസ്റ്റർ അവിടുത്തെ തന്നെ ആ ചർച്ചിലെ തന്നെ പാസ്റ്റർ പറഞ്ഞു, ഒരു വിശ്വാസിയുടെ കുടുംബമുണ്ട്, ആ അച്ഛൻ ചില മാസങ്ങളായി ശാരീരികമായി ക്ഷീണിതനായി കിടപ്പിലാണ്, അദ്ദേഹത്തിന് ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ട്.
അത് യൂറിനറി ബാഗൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. ഞങ്ങളവിടെ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് അറിയാനിടയായത്, ആ പാസ്റ്റർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ലാസ്റ്റ് പ്ലാമൂഡ് AG ചർച്ചിലായിരുന്നു ലാസ്റ്റ് മീറ്റിംഗ്. അതിനുശേഷം മടങ്ങി വന്നുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്റർ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ, ആ അങ്കിള് ഇന്ന് ഞങ്ങളോട് ആരാധനയ്ക്ക് വന്ന് യൂറിനറി ബാഗ് എല്ലാം മാറ്റി ശക്തമായി കർത്താവിനെ ആരാധിക്കുന്നത് കാണുവാനിടയായെന്ന്. അങ്ങനെ ദൈവിക സൗഖ്യങ്ങളും പല കുടുംബത്തിൽ നടക്കുന്നത് കാണുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇങ്ങനെ ഈ പ്രാവശ്യത്തെ ആ ഒരു മിഷൻ ട്രിപ്പ് പല മേഖലകളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ നിറവും അനേകർ വിടുവിക്കപ്പെടുവാനും ഒക്കെ കാണുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയാനുള്ളത് എൻ്റെ ഈ എക്സ്പീരിയൻസിൽ ചെറിയ എക്സ്പീരിയൻസ്, നമുക്കറിയാം മിഷണറിമാർക്കൊക്കെ വലിയ വലിയ എക്സ്പീരിയൻസസ് ഉണ്ട്. പക്ഷെ ഞാനൊന്ന് മനസ്സിലാക്കുന്നു, എനിക്കൊരു കഴിവുമില്ല, ഒന്നും കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ എന്നെ ദൈവത്തിനു വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ച് കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിനു വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ നാം അറിയാത്ത രീതിയിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇവിടെ ബേർണി വന്ന് അങ്ങനെ പാടി ആ ഒരു ലെവലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നിന്ന് എന്നെ ഇപ്പോൾ ചർച്ചിൻ്റെ ഒരു പ്രെയർ കോർഡിനേറ്ററും പിന്നെ അതുപോലെ തന്നെ ഏരിയയുടെ പ്രെയർ കോർഡിനേറ്ററും ആയിട്ട് നിയമിക്കാനൊക്കെ ഇടയായി. അതെല്ലാം കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ്. നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ കണ്ട ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളതുകൊണ്ട് ആ പദ്ധതിയിലേക്ക് നമ്മൾ പലപ്പോഴും ആയിത്തീരാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ചില അനുഭവങ്ങളിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ പേഴ്സണൽ ചില ചിന്തകളും വിചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ അനുഭവത്തിലൂടെ കടത്തിവിടുമ്പോൾ തന്നെ പലപ്പോഴും പലരും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിന് വിപരീതമായി പലരും പിശാചിനെ പഴിചാരി വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാതെ കർത്താവിൻ്റെ കൃപയാൽ അത് മനസ്സിലാക്കി ആ ട്രാക്കിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തിരിച്ചറിവെന്ന് പറഞ്ഞ് സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവിനാൽ നമുക്ക് കിട്ടുന്ന ആയുസ് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി വീണ്ടും പ്രയോജനപ്പെടുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ആയിത്തീരുന്നതിനാൽ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. സിബി ബ്രദർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ മേൽക്കുമേൽ ബലം പ്രാപിക്കുവാൻ, ഇതൊരു വെറുതെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് മടങ്ങിപ്പോകാനല്ല. പലപ്പോഴും ഞാൻ മാത്യൂസ് ബ്രദറിൻ്റെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് പലപ്പോഴും. എന്നാൽ നമ്മുടെ പല ചർച്ചസിൻ്റെയും മീറ്റിംഗ് ഒക്കെ ഇതിനിടയ്ക്കാണ് വരുന്നത്, അതുകൊണ്ട് വരാൻ കഴിയുന്നില്ല. ഈ മീറ്റിങ്ങും ക്രൈസ്റ്റ് ഫെലോഷിപ്പ് എല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. എൻ്റെ സമയം വളരെ കടന്നുപോയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അടുത്ത ഒരു വർഷിപ്പിലേക്കോ പാട്ടിലേക്കോ ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രിയ ദൈവദാസനോട്